ഹായ് ഗൈസ്, ഹായ് അണിക്ക്. ഞാൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 2024 സ്റ്റേഷനറി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ എല്ലാം പരിപാടിയുണ്ട്. ഇപ്പോൾ അതേ ഗോപൂജയും പതാകദിനവും ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇനി 26-ാം തീയതിയാണ് സ്റ്റേഷനറി തിങ്കളാഴ്ച, ഇന്ന് 22 കേട്ടോ വ്യാഴാഴ്ച. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നിങ്ങൾ നോക്കിക്കോണം, ഞാൻ എല്ലാവരും കാണിച്ചു തരാം. ഇത് ഈ നടുക്ക് നിൽക്കുന്നതാണ് ധനേഷ് ചേട്ടൻ. ഹായ് കാണിക്ക്, അല്ല നമസ്തേ കൊടുക്കുക, നമസ്തേ. ഇതാണ് നമ്മുടെ ഇത്തവണത്തെ ആഘോഷ പ്രമുഖാണ് നിൽക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്നതാണ് സൂരജ്, നമസ്തേ. കണ്ടത് ഈ വണ്ടിയെ കയറിയിരിക്കുന്നതാണ് ഉണ്ണിച്ചേട്ടൻ. അതെ, ഉണ്ണിച്ചേട്ടൻ പബ്ലിസിറ്റി. ഇതാണ് മുത്ത് ശിവഗംഗ. ഇനി ഇതാണ് നന്ദു, ഇതാണ് ദേവജിത്ത്. കുഞ്ചിങ്ങനെ നിൽക്കുകയാണ്, എന്നെ വിളിക്കുക. അപ്പൊ നമ്മളിപ്പം ഗോപൂജയും പതാകദിനവും കഴിഞ്ഞിട്ട് നിൽക്കുവാണ് അല്ലേ ചേട്ടാ? അതെ, ഇനിയിപ്പം എന്നെ എല്ലാവരും ശ്രീഷ്ണേന്തിക്ക് വരണം. ഇത് ശ്രീഷ്ണേന്തി കഴിഞ്ഞിരിക്കും. അടിപൊളിയാക്കണം. ഹായ് ഗായ്സ്, നമ്മുടെ ശ്രീഷ്ണേന്തിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഗോപൂജയും പതാകദിനം എല്ലാം ആഘോഷിച്ചു കേട്ടോ. അപ്പം നമ്മളിപ്പോ കുറച്ച് നാളായിട്ട് അതിന്റെ തന്നെ പുറകിലായിരുന്നു. അപ്പൊ ഇനിയിപ്പോ തിങ്കളാഴ്ചയാണ് ശ്രീഷ്ണേന്തി, ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പൊ നാളെ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് പോയി ബുക്ക് ചെയ്ത ഡ്രസ്സെല്ലാം എടുക്കണം. കഴിഞ്ഞ ദിവസം ഞാനും മുത്തും കൂടെ പോയി ഡ്രസ്സൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഓൺലൈനിൽ വന്ന് അപ്പൊ എന്നിട്ട് ഇന്ന് ഇപ്പൊ പോയി നമ്മൾ അതൊക്കെ എടുക്കാൻ പോണം. പിന്നെ കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമ്മളിപ്പോ പോയി എല്ലാം വാങ്ങിക്കാൻ കേട്ടോ. അപ്പൊ എല്ലാം കാണിച്ചു തരാം.
ഇന്ന് ഇവിടെ ഉള്ളവരെല്ലാം പരിചയപ്പെടുത്തണ്ടേ. മാളു ചേച്ചി ഉണ്ട്, ഡ്രൈവർ, പുറകിലെ മുത്തണ്ട്, ഇപ്പുറത്ത് ആവയുണ്ട്. അപ്പൊ ഞങ്ങള് 4 പേരോടാണ് കേട്ടോ പോന്നെ. അപ്പം എല്ലാം വഴിയെ കാണാം. ഇപ്പതേ 5:15. ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് തിരുനക്കര അമ്പലത്തിന്റെ ഇവിടെ വന്നു. അതെടുത്ത് മടുത്തിങ്ങി ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പൊ കഴിക്കാനായിട്ട് പോണം. ഓക്കെ ഗായ്സ്. അപ്പൊ ഗായ്സ് ദേ ഇപ്പം രാത്രി 10:40. അപ്പോൾ പിള്ളേരെല്ലാം വീട്ടിൽ പറഞ്ഞു വിട്ടു. നാളെ വാഹന പ്രചരണ ജാഥയാണ് കേട്ടോ. നാളെ ഞായറാഴ്ച, മറ്റന്നാളാണ് ശ്രീകൃഷ്ണജയന്തി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റിന്റെ സംഭവങ്ങളൊക്കെ റെഡി ആക്കുമായിരുന്നു. അപ്പൊ ദിവാള ചേച്ചിയൊക്കെ ഉണ്ട്, മുത്ത സ്കൂട്ടറിന് മുമ്പിൽ പോകുന്നുണ്ട്. അപ്പൊ ഇനി നാളെ കാണാം. ടാറ്റാ ടാറ്റ എടുക്ക്. ടാറ്റാ. അവസാനത്തെ പാട്ടിന്റെ എഡിറ്റിങ്ങിലൊക്കെയാണ് ഗൈസ്. പിന്നെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു. കോടവൊക്കെ അതൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉച്ച വരെ പ്രാക്ടീസ്. അത് കഴിഞ്ഞ് വൈകിട്ട് വിളംബര ജാഥയാണ്. അതിന് പോണം. ഓക്കെ. നിനക്ക് പിള്ളേർക്കോ വരവായി ഓരോ മക്കളെയും, ഉണ്ണിക്കണ്ണന്മാരെയും, ഗോപികമാരെയും ദർശിക്കുവാൻ കഴിയുന്ന മുഹൂർത്തങ്ങളിൽ ഒന്നാണ് അമ്മമാർക്ക് മകനായും അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ ശങ്കുലി മുഴക്കിയ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കാൻ നാടും നഗരവും ഒരുങ്ങിയ വേളയിൽ നാളെ നടക്കുന്ന മഹാശോഭായാത്രയ്ക്ക് മുന്നോടിയായി ബാലഗോകുലം നീലടം മണ്ഡലം സംഘടിപ്പിച്ചിട്ടുള്ള വാഹന വിളംബര ജാഥയാണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നീലടം ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നത്. രാധയുടെ അനുരാഗ പുരുഷനും കുചേലന്റെ പ്രിയ സതീർത്ഥ്യനുമായ കണ്ണൻ വാമന സത്യമായും പവിത്ര ജന്മത്തിന്റെ പാവന സന്താപങ്ങളിൽ നിന്ന് രക്ഷകനായും അവതരിച്ച പരമാത്മാവാണ് ഭഗവാൻ. അതെ, രാധയുടെ അനുരാഗ പുരുഷനും കുചേലന്റെ സത്യസതി Jai
അപ്പൊ ഗൈസ് ദേ നമ്മുടെ വിളംബരജാഥ എല്ലാം കഴിഞ്ഞു. മടങ്ങുന്നില്ല ഗൈസ്, വണ്ടി ഓടിച്ചോടിച്ച് നമ്മുടെ വഴി മൊത്തം കുഞ്ഞു കുഞ്ഞു പള്ളികളല്ലേ, പിന്നെ പയ്യെ പോണ്ടല്ലേ, അത് പോയ റോഡില്. അങ്ങനെ എന്തായാലും ഇവിടെ അത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നാളെ 24 മണിക്കൂർ കുറവേ ഉള്ളൂ കേട്ടോ ഞാൻ ശ്രീകൃഷ്ണേന്തിക്ക്. അപ്പൊ ഇനിയിപ്പോൾ നാളെയാണ്. അപ്പം ഇനി അവസാനം നമ്മള് പിള്ളേരെ ഒന്നുകൂടെ ഫൈനലായിട്ടൊന്നും കൂടെ കളിപ്പിക്കണം പാട്ടിട്ടിങ്ങി. അതിനുവേണ്ടി പിള്ളേർ 7:30 ആകുമ്പോൾ വരും. ഇപ്പൊ 7:15 കേട്ടോ. അപ്പൊ ഇനി അതുകൂടെ ഉള്ളൂ. ഗൈസ് ഇന്ന് ശ്രീകൃഷ്ണേന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ അമ്പലത്തിൽ വന്നതാണ്. ഇന്ന് പിള്ളേർക്ക് പ്രാക്ടീസ് ഉണ്ട് ഫൈനലായിട്ട്. അത് ഉച്ചയ്ക്കാണ് ഒരുങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടു, നമ്മൾ ഉറിക്കകത്ത് നിറയ്ക്കാനായിട്ട് വാങ്ങിച്ച പോപ്പറാണ് കേട്ടോ, ഉറിയടിക്ക് മുത്തടാ. ഇത് അങ്ങനെ പൊട്ടിക്കില്ല, കുടത്തിനകത്ത് വെച്ച് പൊട്ടിക്കണം, ഒന്നും പുറത്തു പോരുത്. നോക്ക് ഗൈസ്, ഞങ്ങൾ ഉറയടിക്ക് പടം വരയ്ക്കുകയാണ്. കണ്ടില്ലായിരുന്നു. ഗായ്സ്, അപ്പോൾ ദേ ഇപ്പം ഉച്ചയ്ക്ക് 2 മണിയായി കേട്ടോ. അപ്പം നമ്മളിവിടെ പിള്ളേരെയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ചേട്ടന്മാർ വരും. എന്നിട്ടിപ്പോൾ പിള്ളേരെല്ലാം ഒരുക്കിയിട്ട് നമ്മളിവിടുന്ന് മീനടത്തമ്പലത്തിലോട്ട് വട്ടക്കാവ് എന്ന് പറഞ്ഞ ഒരു അമ്പലമുണ്ട് ഇവിടെ മീനടത്ത് തന്നെ. അപ്പോൾ വട്ടക്കാവ് അമ്പലത്തിൽ നിന്ന് മീനടത്തമ്പലത്തിലോട്ടാണ് ഘോഷയാത്ര. അപ്പോൾ ഇവിടുന്ന് നമുക്കെല്ലാം കൂടെ വട്ടക്കാവിന് ഒരുങ്ങിയിട്ട് പോകണം. അപ്പോൾ അതിനിപ്പോൾ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് സാധനങ്ങളെല്ലാം, വണ്ടി മൊത്തം ഇപ്പോൾ ഒരു ഇത് കണ്ടോ, ഞാൻ ഇപ്പം എൻ്റെ വണ്ടി മൊത്തം ഇപ്പോൾ ഒരു മറ്റേ നാടക ട്രൂപ്പ് പോലെയാണ്, മൊത്തം സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും പോയേക്കാം. ഇനിയിപ്പോൾ എനിക്ക് നേരത്തെ ചെല്ലണം, അനൗൺസ്മെൻ്റ് ഉണ്ട് വട്ടക്കാവിൽ, അതുകൊണ്ട് നേരത്തെ ചെല്ലണം. അപ്പോൾ എല്ലാം വഴിയെ കാണാം. ഓക്കെ. ഇവിടെ കൃഷ്ണൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാധ പുറകിൽ. ഞങ്ങള് വട്ടക്കാമ്പലത്തിൽ വന്നു. രാധയും കൃഷ്ണനൊക്കെ ഒരുങ്ങിയിരിക്കുവാണ്. ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എന്നായെന്നൊക്കെ നോക്കിയിട്ട് വരാം. എന്നിട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ റെഡിയാണ്. അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ എന്നായെന്ന് കേട്ടോ. മധുരം മദരം മധുരം നയനം മധുരം ഹസിതം മധുരം അധരം മധുരം വദനം മധുരം
ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാരും അടുത്ത് കളിച്ച് തകർന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഫുൾ ചേട്ടന്മാരുണ്ട് കേട്ടോ, എല്ലാരും പുറകിലുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. അടിക്കടിക്കും. ഹായ് ഗായ്സ്, നമ്മുടെ ശ്രീകൃഷ്ണജയന്തിയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നടത്തി. അതിന്റെ ഒരു പാർട്ടിസായിട്ട് പല പോലത്തെ ഒരു സക്സസ് സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പം മുത്തിന്റെ ഇവളുടെ വീട്ടിലാണ്, തിന്നാൻ വന്നതാണ്. അപ്പൊ എല്ലാരും ഉണ്ട്. എല്ലാരും കഴിച്ചു. നന്ദി, നമസ്കാരം. ചേട്ടൻ 2 വാക്ക് പറ ശ്രീകൃഷ്ണജയന്തിയെ കുറിച്ച്. കൂട്ടായ്മയുടെ വിജയമാണ്. എല്ലാരും പറയണേ. ഇനി ശംഭുചേട്ടൻ പറ. കണ്ണച്ചേട്ടൻ ഓടുന്നുണ്ടോ? കുഞ്ഞുമണിച്ചേട്ടാ, കുഞ്ഞുമണിച്ചേട്ടാ ഒന്നുമില്ലെന്ന്. ഉണ്ണിച്ചേട്ടൻ പറ. എല്ലാ ഐശ്വര്യം. ഇനി കണ്ണഞ്ചേട്ടനോട്, കണ്ണഞ്ചേട്ടൻ 2 വാക്ക് പറ ശ്രീകൃഷ്ണജയന്തിയെ പറ്റി. ഇനി ഉണ്ണിച്ചേട്ടൻ ഒന്നും പറയില്ല. അപ്പൊ നമ്മള് ഇതെല്ലാം ഭംഗിയായി നടന്നതിന്റെ ഒരു ആഘോഷമാണ് കേട്ടോ. അപ്പൊ ഗൈസ്, ഇത്ര ഉള്ളു ഇത്തവണത്തെ ശ്രീകൃഷ്ണജയന്തി വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നതായിരിക്കും. അതെ, ബെൽ ബട്ടൺ അടിച്ച് പിന്നല്ല. ബൈ ബൈ.